തിരക്കിട്ട് ചെയ്താൽ ഒന്നും ശരിയാവില്ല സാറേ. സാരമില്ല ആശാനെ, എൻ്റെ കുഴപ്പമില്ലേ. രാവിലെ മോൾ എന്നെ പിടികൂടി. അവളെ കൊണ്ടുവന്ന് എനിക്ക് സ്കൂളിൽ വിടേണ്ടി വന്നു. അമ്മയുടെ എടുത്തുചാട്ടവും തൻ്റെ ഇടവും ഒക്കെ മോക്കും ഉണ്ടോ സാറേ? ഭാഗ്യം അതില്ല. എന്നാലും അവൾ എന്നെ വരച്ചവരെ നിർത്തുക. സാറ് മോളെ കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ മോക്ക് അമ്മയെ കാണാമായിരുന്നു. അതൊക്കെ പോട്ടെ ആശാനെ, ഇതങ്ങ് തീർക്ക്. ഓക്കെ. മനുഷ്യൻ്റെ അനാട്ടമി ഇത്രയേ ഉള്ളൂ. അത് തുന്നിച്ചേർത്ത് വെക്കാം. മനസ്സ് അത് കൈവിട്ടു പോയ ഏതാ സ്ഥാനത്ത് വെക്കാൻ വലിയ പാടാ. അച്ഛോ, അച്ഛൻ ഇന്ന് ഇത്തിരി ഓവറാണല്ലോ. പോടി അവിടെ. അതെ അതെ, ഈയിടെയായിട്ട് ഇത്തിരി കൂടുതൽ തന്നെയാ. മുത്തശ്ശന്റെ ഈ ചിത്രം പഴയപടി അവിടെ തൂക്കുന്നത് വരെ ശരീരശാസ്ത്രവും മനഃശാസ്ത്രവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു കാര്യമില്ല. നീ വന്നേ രണ്ടുപേരും കഴിക്കാൻ. അച്ഛൻ ഇങ്ങനെ ഫിലോസഫി പറഞ്ഞിരിക്കാതെ കഴിക്കാൻ വാ. കണ്ണട മോളെ, അപ്പൊ പിന്നെ കാണാൻ പറ്റൂല. മോള് പോ, ഞാൻ വരാം. ഇന്ന് എന്താണ് ഇത്ര സന്തോഷം? ഇന്ന് മോൾക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ കറി കിട്ടിയിട്ടാണല്ലേ? മീനാക്ഷി, നീ ഫോട്ടോ കണ്ട അത്ര പരിഹസിക്കണ്ട. നിന്റെ മുത്തശ്ശൻ ആളൊരു പോരാളിയായിരുന്നു. മുത്തശ്ശൻ കളരി നടത്തിയിരുന്ന കാലം. മുറ്റത്ത് പരിശീലനം നടക്കുന്നു. തൊട്ടടുത്ത സായിപ്പിൻ്റെ ബംഗ്ലാവിൽ നിന്നൊരു വെടിയൊച്ച. ഒരു കിളി കളരിത്തറയ്ക്കടുത്ത് ചത്തുവീണു. മുത്തശ്ശൻ വിട്ടില്ല, സായിപ്പിൻ്റെ ബംഗ്ലാവിലേക്ക് കുതിച്ചു. പിന്നത്തെ കാര്യം ഞാൻ പറയണ്ടല്ലോ. പറയണ്ട, ഒന്ന് നിർത്തിയേ കൊള്ളാം. ഞാനിത് കേട്ട് കേട്ട് മടുത്തു. മുറി കയറി കഥ കടച്ചപ്പോഴേ ഞാൻ കരുതിയതാ ഒരു കുപ്പി ഫിനിഷ് ചെയ്യുമെന്ന്. പച്ച ചപ്പാത്തി കഴിക്കണ്ട, കറി കൂട്ടി കഴിക്കും. താങ്ക്സ്. മതി. അയാളുടെ മനസ്സ് എപ്പോഴും ആരെയോ തിരയുന്നത് പോലെ. ഒരിക്കലും ഒരാളുടെ മനസ്സിന്റെ സഞ്ചാരപഥങ്ങൾ മറ്റൊരാൾക്ക് മനസ്സിലാവില്ല. ഒരു 100 വർഷം ഒരുമിച്ച് ജീവിച്ചാൽ പോലും നമുക്ക് സാധിക്കുന്നില്ല എന്നേ ഉള്ളൂ. എന്നാൽ ഈ മനസ്സുകളിലേക്ക് എത്തിച്ചേരുന്നവരാണല്ലോ കഥാകാരന്മാരും കലാകാരന്മാരും. കുറച്ചു നാളായി നമ്മളൊന്ന് കൂടിയിട്ട്. അതിന് സാറിന് ഷൂട്ടിംഗ് തിരക്കൊഴിയണ്ടേ? ഗുഡ് ഈവനിങ് അങ്കിൾ. നിന്റെ പരീക്ഷ എടുത്തല്ലേ? ഇനി വാ, ഒരു കാര്യം പറയട്ടെ. ഇന്ദുലേഖയെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് ഞാനും നിന്റെ അച്ഛനും തമ്മിലുള്ള ബന്ധം അറിയാമല്ലോ. എൻ്റെ അടുത്ത പടത്തിൽ നീ ആയിരിക്കും നായിക. അയ്യോ, ചതിക്കല്ലേ അങ്കിൾ, പരീക്ഷയാ. അത് കഴിയട്ടെ. ഇപ്പൊ തന്നെ ഈ വീട്ടിലെ 2 പേരും അഭിനയ. എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഓഹോ, അപ്പൊ ഇവിടെയും അഭിനയമാണോ? അങ്കിളെ, ഇപ്പോഴല്ലേ സ്കൂൾ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റൂ. ഞാൻ എന്റെ സ്കൂളിലെ ഫ്രണ്ട്സായിട്ടൊന്ന് ചിൽ ഔട്ട് ചെയ്യട്ടെ. ബ്രില്യന്റ് ഗേൾ. എന്റെ കാര്യം വിട്ടേക്ക്. അങ്കിൾ ഇപ്പൊ എന്തിനാ വന്നെന്ന് ഞാൻ പറയട്ടെ. അച്ഛന്റെ ഡ്രീം റോളുമായിട്ട്. തന്നെ പോലല്ലേ, ഇവൾ ഒരു മിടുക്കിയ. ഇത് പുതിയ ബ്രാൻഡാ. എന്നാൽ ഇനി മോള് പോയി പഠിക്കും. പോയിക്കോ. തനിക്കിണങ്ങിയ വേഷം. തൻ്റെ ഡേറ്റ്സ് എങ്ങനെ? സ്ക്രിപ്റ്റ് ഏകദേശം തീർന്നു, ഒരു പ്രൊഡ്യൂസറുമായി. ഓക്കെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തായി നമ്മുടെ കൊണ്ടുവന്നിട്ടുണ്ട് ബാലേഷ. താനിത്ര പെട്ടെന്ന് വരച്ചല്ലോ, നന്നായി. സാറൊരു കാര്യം പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മറ്റു ജോലികളെല്ലാം മാറ്റി വെച്ച് അങ്ങ് വരച്ചു. താനെ കെട്ടൊന്നഴിക്ക്, ഞാൻ മുത്തശ്ശനെ ഒന്ന് കാണട്ടെ. ഇത് നന്നായിരിക്കുന്നല്ലോ. ഇതിന്റെ ചാർജ് എത്രയായെന്ന് പറ. അതൊക്കെ പിന്നെ ഞാൻ വാങ്ങിക്കോളാം സാർ. ഇപ്പൊ തന്നെ പടം അങ്ങ് ഫിറ്റ് ചെയ്യാം. വാ ബാലേഷ്. ഒരു സഹായം കൂടെ ചെയ്യണം. മുത്തശ്ശനിടാനൊരു ചന്ദനമാല കൂടെ കൊണ്ടുതരണം. ഇന്ന് തന്നെ എത്തിക്കാം സാർ. എന്തായി?
കൊറേ നേരം ആയല്ലോ, സെലക്ട് ചെയ്ത് കഴിഞ്ഞില്ലേ ഇതുവരെ? എനിക്കിതൊന്നും ഇഷ്ടായില്ല അമ്മേ, നമുക്ക് പോവാം. ഒന്നും ഇഷ്ടായില്ലേ? ഓ ഇത് മാഡത്തിന്റെ മോളായിരുന്നോ? വേറെ കുറെ പുതിയ പീസ് ഉണ്ട്, ഇപ്പൊ കൊണ്ടുവരാം. എടുക്ക്, അതോടെ നോക്കാട്ടോ. ഓ, ഗൗൺസ് ആണോ? ആ, പിങ്ക് നോക്കട്ടെ. വാവ്, നന്നായിണ്ടല്ലേ? ഇതെടുത്തോളൂ. ശരി. ഇതെല്ലാം ഗേൾസ് സെക്ഷൻ അല്ലേ? ഈ ഏരിയ മുഴുവൻ? ഓക്കെ, അതെല്ലാം കിഡ്സ് അല്ലേ? അതെ. ഏയ്, എന്തു പറ്റി പെട്ടെന്ന് മൂടോട്ടായത്? ഇഷ്ടപ്പെട്ടില്ലേ? എന്നാ മാറ്റി വാങ്ങാം നമുക്ക്. ഇഷ്ടായി. എന്റെ അമ്മ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഇതേ പിങ്ക് ഫ്രോക്കാ വാങ്ങി തന്നിരുന്നെ. അത് ഞാൻ കുറേ നാളിട്ട് നടന്നിരുന്നു. എനിക്ക് അപ്പുറത്തുനിന്ന് ഒരു സാധനം കൂടി പർച്ചേസ് ചെയ്യാനുണ്ട്. ഇവിടെ വയ്ക്കും. ആ ഇന്ദുലേഖ എടുത്ത ഫ്രോക്കാ. ഇന്ദുലേഖ ഇത്രയും വലിയ മകളുണ്ടെന്ന് കണ്ടാ പറയത്തില്ല. ഏയ് ഇതാ ഇന്ദ്രഗുപ്തന്റെ ആദ്യ ഭാര്യ മറാഠി നടിയില്ലേ മാധവി കുൽക്കർണി, അവരിലുള്ള മകളായിരിക്കും. ഇത് ഇന്ദുലേഖയുടെ മോളാ, കണ്ടാൽ അറിഞ്ഞൂടെ? അല്ലെന്നേ, അവരിപ്പോ വലിയ സ്റ്റാറാ, ഹിന്ദിയിലും നല്ല പേരായി. ഓ, ആരും ഇല്ലാത്ത തക്കം നോക്കി എന്റെ ലാപ്ടോപ്പിൽ എന്താ പരിപാടി? അച്ഛൻ ഒരാളെ നെറ്റി തെരയുക. ആരെ? അതൊക്കെ ഉണ്ട്. ആ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എന്തായാലും മിസ്റ്റർ ഇന്ദ്രഗുപ്തന് തരാൻ മിസ്സസ് ഇന്ദുലേഖ ഒരു സമ്മാനം ഏൽപ്പിച്ചിട്ടുണ്ട്. ഓ, സന്തോഷം. ഇതവർക്ക് നേരിട്ട് എനിക്ക് തന്നാ പോരായിരുന്നു. അതിന് അച്ഛൻ എന്തെങ്കിലും അമ്മയ്ക്ക് നേരിട്ട് കൊടുത്തിട്ടുണ്ടോ? പൊടി പൊടി, പോയിരുന്നു പഠിക്ക് പോ. ഇതുവരെ ഒന്നും ആയിട്ടില്ല. എന്തുവാമോ പെറുപെറുക്കുന്നേ? ഞാൻ കൂടെ ഹെൽപ്പ് ചെയ്യല്ലേ, വേഗം പണി കഴിയും. സാറിന് വെജിറ്റബിൾ കറി വച്ചില്ലേ ചേച്ചി? സാരമില്ല, ഇന്നത്തേക്ക് തൽക്കാലം ഈ മുട്ടക്കറിയിൽ അഡ്ജസ്റ്റ് ചെയ്യട്ടെ. അമ്മു, നീ എവിടുന്ന് ഈ വെജിറ്റബിൾസ് എല്ലാം മേടിച്ചത്? ഒരുമാതിരി ഉണങ്ങി പിടിച്ചിരിക്കുന്നല്ലോ. ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വന്നപ്പോ റോഡിലെല്ലാം ചേച്ചിയുടെ പോസ്റ്റർ കണ്ടു. പടം റിലീസായോ ചേച്ചി? സാറും അതിനകത്ത് അഭിനയിച്ചിട്ടില്ലേ? ഉണ്ടല്ലോ. എന്തേ, സാറിന്റെ പടമൊന്നും പോസ്റ്റർ കണ്ടില്ലേ? പോസ്റ്ററിലൊന്നും കണ്ടില്ല. കാണും, പോസ്റ്ററിന്റെ അറ്റത്ത് എവിടെങ്കിലും ചെറുതായിട്ട്. ചിരിപ്പിക്കാൻ ഇവരെല്ലാരും വേണം താനും. ഗസ്റ്റോ? ആരാ? ഒരു വടി പിടിച്ച മുത്തശ്ശൻ. എവിടെ? അയ്യോ, ദേ. ഇതാരാ? ഇത് അയ്യോ, ആ നിൽപ്പൊന്ന് കണ്ടോ? അച്ഛൻ മുത്തശ്ശനെ മുത്തപ്പനാക്കി കളഞ്ഞു. ആ, അമ്മ അച്ഛന് വാങ്ങിക്കൊടുത്ത കോട്ട് നന്നായിട്ട് ചേരുന്നുണ്ട്. എന്താ ഇത്? ഇനിയെങ്കിലും മുത്തശ്ശനെ കുറിച്ചുള്ള പുളുവടി ഒന്ന് നിർത്തണം. നാട്ടുകാരുടെ മുന്നിലോ ഒരു ഹാസ്യ നടൻ, വീട്ടിലെങ്കിലും അങ്ങനെ ആവാതിരിക്കാൻ ശ്രമിക്കുക. മോള് വലുതായി വരികയല്ലേ. നമ്മൾ രണ്ടുപേരും വീട്ടിലും അഭിനയിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം അവൾ ശ്രീനിവാസ സാറിനോട് പറയുന്നത് കേട്ടെ. എനിക്ക് മുത്തച്ഛനെ കളയാൻ പറ്റൂ? അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ എന്തിനാ മുത്തശ്ശനെ ഇങ്ങനെ മറ്റൊരു രൂപമാക്കിയത്? നിങ്ങളുടെ പഴങ്കഥയിൽ എപ്പോഴും മുത്തശ്ശന്റെ പ്രായം 30-40.
അവിടെ ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്ന മുത്തശ്ശന് 70 വയസ്സ്. ഇന്ദ്ര, ഇങ്ങനെ അൺറിയൽ വേൾഡ് ജീവിക്കരുത്. ജീവിതത്തിലെങ്കിലും ഇങ്ങനെ ആക്ട് ചെയ്യരുത് പ്ലീസ്. കുട്ടികളുടെ മുന്നിൽ എപ്പോഴും നല്ലൊരു സ്നേഹബന്ധം മാതൃകയായി ഉണ്ടാവണം. പുതിയ തലമുറയ്ക്ക് അവരുടേതായ ഒരു തലമുണ്ട്. അവിടെ നിന്നുകൊണ്ട് ജീവിതം സത്യസന്ധമായി ആസ്വദിക്കുന്നവരാണവർ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. നമ്മൾ കയറി നിൽക്കേണ്ട സ്ഥാനത്ത് മറ്റൊരാളെ സ്ഥാപിച്ചിട്ട് ഒരു കാര്യമില്ല. എനിക്കാകെ മുന്നിലുള്ളത് മകൾ മാത്രമാണ്. പിന്നിലേക്ക് നോക്കിയാൽ ആ ഫോട്ടോയും. ചെല്ല് സാർ. ഓ, അപ്പം ഇവനാണ് ആള്. തൻ്റെ ഫോൺ എവിടെ? സ്കൂളിൽ വന്ന ഇതാണോ നിന്റെ പരിപാടി? സാർ കുറച്ച് ദിവസത്തേക്ക് ആ ഫോൺ വാങ്ങി വെക്കുന്നതാണ് നല്ലത്. ജോർജ് ഒരു കാര്യം ചെയ്യേ, ആ ഇവൻ്റെ ഫാദറിൻ്റെ നമ്പർ ഒന്ന് എടുക്ക്. എന്നിട്ട് ഈ ഫോട്ടോ അങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. മോൻ്റെ കയ്യിരിപ്പോൾ എന്താണെന്ന് ഫാദർ പറയട്ടെ. അയ്യോ സാർ, ഇവിടെ നടക്കുന്നത് എന്താണെന്ന് സാറിന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിത് അയച്ചത്. ഇതിവിടെ നടക്കുന്നതിൽ സാറിന് വിഷമമില്ല. ഞാനിത് പകർത്തിയതിനാണോ എന്നോട് ദേഷ്യം? വാചം അടിക്കാൻ പോ. ആഹാ സാർ, ആ ഫോൺ ഫോൺ ആ ജോർജേ, ഈ ഫോട്ടോ ഡിലീറ്റ് ചെയ്തിട്ട് ആ ഫോണും കൊടുത്തരും. ഓ, താങ്ക് യു സാർ. എന്നാ വരൂ.